CBSE മാത്സ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ ശ്രദ്ധയിലേക്കാണ്. നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് നമുക്കൊരു ചെക്ക് ലിസ്റ്റാണ്. 10th മാത്സ്, CBSE മാത്സ് നമ്മളെല്ലാം ഓക്കെ അല്ലേ, എല്ലാം സെറ്റ് അല്ലേ എന്ന് ചെക്ക് ലിസ്റ്റാണ്. ഒന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സായ ആൾജിബ്ര, അതുപോലെ തന്നെ നമുക്ക് ജിയോമെട്രി, അതുപോലെ തന്നെ ഒന്ന് നോക്കിയേ ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ, അതുപോലെ സ്റ്റാറ്റി, പ്രോബബിലിറ്റി, ഇങ്ങനെയുള്ള വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ നല്ലവണ്ണം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതെല്ലാം നമ്മൾ ഓക്കെ ആക്കി അതിൽ MCQ ആയിക്കോട്ടെ, ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിക്കോട്ടെ, ലോങ് ആൻസർ ടൈപ്പ് ആയിക്കോട്ടെ, കേസ് ബേസ്ഡ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ സെറ്റാക്കി എന്ന് ഉറപ്പ് വരുത്തണം. വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ചെക്ക് ലിസ്റ്റിൽ നമ്മൾ വെരിഫൈ ചെയ്ത് ഫിനിഷ് ചെയ്തു എന്നുള്ള മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ വരുത്തണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കുക, നമ്പർ സിസ്റ്റം, റിയൽ നമ്പേഴ്സ് 6 മാർക്കായിരുന്നു വെയിറ്റേജ്. ആൾജിബ്രയിൽ പോളിനോമിയലിന് 5, ലീനിയർ ഇക്വേഷൻസ് 5, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് 6, AP 4, കോർഡിനേറ്റ് ജോമെട്രി ഓൾ ടുഗെദർ 6 ആണ്. ജോമെട്രിയിൽ ട്രയാങ്കിൾസ് 8ഉം സർക്കിൾസ് 7ഉം ആണ്. ട്രിഗ്നോമെട്രി ഇൻട്രോ എന്ന് 5ഉം ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്ത് 5, ഹൈറ്റ്സിൻ്റെ പ്രോബ്ലംസ് 2, മെൻസുറേഷൻ സർക്കിളിൻ്റെ ഏരിയ 4, സർഫസ് ഏരിയ ആൻഡ് വോളിയം 6, സ്റ്റാറ്റിന്ന് 5, പ്രോബബിലിറ്റിന്ന് 6. ഇപ്പോൾ നമ്മൾ അവസാന ചെക്ക് ലിസ്റ്റ് ഇതെല്ലാം നമ്മൾ ഓക്കെ ആക്കിയെന്ന് ഉറപ്പ് വരുത്തിയാൽ 80 മാർക്ക് നമ്മുടെ പോക്കറ്റിൽ എത്തി എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക, ഇതാണ് പാറ്റേൺ. 1 മാർക്കിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്സിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 3 മാർക്സിൻ്റെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5 മാർക്സിൻ്റെ 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 മാർക്കിൻ്റെ 3 കേസ് ബേസ്ഡ് സ്റ്റഡീസ്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം ഏതൊക്കെ ചാപ്റ്ററിനാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത്. നമ്മുടെ ലൈഫ് റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന സൊല്യൂഷൻസ് ചോദിക്കുന്ന കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, KBS അക്കാഡമിയുടെ കമ്മ്യൂണിറ്റിയിൽ മൊത്തം ചാപ്റ്റേഴ്സിൻ്റെയും കേസ് ബേസ്ഡും MCQയും ഉൾപ്പെടെ ഫൈനൽ ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി മെറ്റീരിയൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് നല്ലവണ്ണം യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്താൽ ഇന്നും നാളെയും നമുക്കുണ്ട്. ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. അവസാന സമയം നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവില്ലേ, നമ്മളെല്ലാം എടുത്തു വെച്ചെന്ന് ഉറപ്പ് വരുത്തുന്നത് പോലെ അക്കാഡമിക് ഒരു മാനിഫെസ്റ്റേഷന്, മാത്തമാറ്റിക്സ് മാനിഫെസ്റ്റേഷന് ഈ ചെക്ക് ലിസ്റ്റ് അടിപൊളിയായിരിക്കും. ഞാൻ ഇടുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലിൽ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. വിത്ത് സൊല്യൂഷനാണ് കൊടുത്തിരിക്കേണ്ടത്. ചാപ്റ്റർ വൈസ് ഏത് ചാപ്റ്ററാണോ നിങ്ങൾക്ക് ഇപ്പോഴും വീക്ക് ഏരിയ, ആ വീക്ക് ഏരിയ നിങ്ങളത് നോക്കിയിട്ട് ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്തിട്ട് നമുക്ക് പോയി പൊളിക്കാം. പാരൻസിൻ്റെ നിന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കോ, സർവേശ്വരനോട് പ്രാർത്ഥിച്ചോ, നമ്മൾ പൊളിക്കും. ഫുൾ മാർക്കായിട്ട് നമ്മൾ തിരിച്ചെത്തും. ഓൾ ദി ബെസ്റ്റ്.